ലോഡ് ഷെഡിങ്ങിനെ കുറിച്ച് പവർ കട്ടിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. 30 വർഷം മുൻപുള്ള കേരളത്തിന്റെ ഒരു ചെറിയ കാര്യം ഓർമ്മിപ്പിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുക. 1996 നായനാർ ഗവൺമെന്റ് ആയിരുന്നു കേരളത്തിൽ അധികാരത്തിലുണ്ടായത്. ആ ഗവൺമെന്റിൽ വൈദ്യുതി മന്ത്രിയായി പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. അന്ന് കേരളത്തില് ലോഡ് ഷെഡിങ്ങും പവർ കട്ടും. ഇപ്പൊ നമുക്ക് പവർ കട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും ധാരണയുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ലോഡ് ഷെഡിങ് എത്ര വരെയായിരുന്നു? നമ്മുടെ കേരളത്തില് 4.5 മണിക്കൂർ ലോഡ് ഷെഡിങ് ആയിരുന്നു. ആലോചിച്ച് നോക്ക്, 4.5 മണിക്കൂർ വൈദ്യുതി ഇല്ലാത്ത അവസ്ഥ വീടുകളിൽ. ഇനി ബാക്കിയുള്ള സമയം വന്നും പോയും ഇരിക്കും, യോഗഭാഗ്യം പോലെ ഇരിക്കുന്നർത്ഥം. പവർ കട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കേരളത്തിലെ വൻകിട വ്യവസായങ്ങൾക്ക്, EHT വ്യവസായങ്ങൾക്ക് 5% വൈദ്യുതിയായിരുന്നു കൊടുത്തിരുന്നത്. എന്ന് പറഞ്ഞാൽ 95% പവർ കട്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു വ്യവസായവും നടക്കില്ല. ആ 5% വൈദ്യുതി എന്തിനാ? ഈ വ്യവസായ സ്ഥാപനം അവിടെ ഉണ്ട് എന്ന് കാണിക്കാനുള്ള, രാത്രി ലൈറ്റൊക്കെ ഇടാൻ വേണ്ടിയുള്ളൊരു സാധനം. വേറെ വ്യവസായ ആവശ്യത്തിനൊന്നും പറ്റില്ല. ആ കാലത്ത് കേരളത്തിന്റെ പല ഭാഗങ്ങളിലുള്ള വീടുകളിൽ കത്തുന്ന ബൾബ്, അത് കത്തുന്നുണ്ടോ നോക്കാൻ ചൂട്ട് കത്തിച്ച് നോക്കണം. ആ നിലയായിരുന്നു. ഒരു മിന്നാമിനുങ്ങിന്റെ തരത്തിലുള്ള വെളിച്ചാണ് ഇതിനുണ്ട്. ഇതൊന്നും അതിശയോക്തിയായിട്ടുള്ള കാര്യമല്ല കേട്ടോ, കേരളത്തിന്റെ പല ഭാഗങ്ങളിലുണ്ടായ കാര്യമാണ്. ഇതായിരുന്നു കേരളം. ആ കേരളത്തെ പറ്റി അന്നുണ്ടായിരുന്നവർ തന്നെ ഇപ്പൊ അധികം ഓർക്കുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം കാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ ഈ ഓർമ്മയിൽ ഇതുണ്ടാവില്ല. അന്ന് ലോഡ് ഷെഡിങ് ഇല്ലാത്ത കേരളം, പവർ കട്ട് ഇല്ലാത്ത കേരളം എന്നത് ഒരു സ്വപ്നം മാത്രമാണ്. പക്ഷേ അന്നത് യാഥാർത്ഥ്യമായി. കേരളത്തിലെ KSEB എന്നത് അന്നത്തെ അനുഭവത്തിൽ സാധാരണ നമ്മളെ നാട്ടുമ്പുറത്തെ ചായക്കച്ചവടക്കാരന്റെ മാനേജ്മെന്റ് വൈഭവം പോലും ഇല്ലാത്തൊരു സ്ഥാപനമായിരുന്നു. എന്നാൽ ആ സ്ഥാപനം മികവാർന്ന രീതിയിൽ പ്രവർത്തിച്ചു. എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു. നിശ്ചിത പദ്ധതികൾ ഏത് തീയതിയിലാണ് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞത് എങ്കിൽ അതിനു മുൻപ് ആ പദ്ധതി പൂർത്തീകരിക്കുന്നത് കണ്ടു. കെടുകാര്യസ്ഥതയുടെ മൂർത്തീകരണമായിരുന്ന KSEB ആണോ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് നാട് തന്നെ ആശ്ചര്യപ്പെട്ടുപോയി. അത്രമാത്രം കാര്യക്ഷമതയിലേക്ക് KSEB ഉയർന്നു. എന്തായിരുന്നു ഫലം? 2 വർഷമാകുമ്പോഴേക്ക് അതേവരെ കേരളം ഉണ്ടായതിനു ശേഷം ഉൽപ്പാദിപ്പിച്ച ആകെ വൈദ്യുതി എത്രയാണോ അത്രയും വൈദ്യുതി നമ്മൾ പുതുതായിട്ട് ഉൽപ്പാദിപ്പിച്ചു. ആദ്യം പവർ കട്ട് ഇല്ലാതായി, പിന്നെ ലോഡ് ഷെഡിങ് ഇല്ലാതായി. അങ്ങനെയൊരു കാലം കേരളത്തിലുണ്ടായിരുന്നു. പിന്നെ നാം കാണുന്നത് ലോഡ് ഷെഡിങ് ചില സമയത്ത് വരുന്നതാണ്. ആ ലോഡ് ഷെഡിങ് അല്ല നാം അനുഭവിച്ച യഥാർത്ഥ ലോഡ് ഷെഡിങ്. അത്രയും ദുരനുഭവം നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകത, കേരളത്തിൽ ഒരു തുടർച്ചയുണ്ടായിരുന്നില്ല. ഈ കാര്യങ്ങൾക്ക് ഒരു തുടർച്ചയുണ്ടായാലാണല്ലോ കാര്യങ്ങൾ ഫലപ്രദമായിട്ട് നിർവഹിക്കാനാവുക. ഇപ്പോൾ കേരളത്തിന്റെ അനുഭവം എടുത്താൽ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, 2006 LDF സർക്കാർ അധികാരത്തിൽ വന്നു. അന്ന് സമ്പൂർണ്ണ വൈദ്യുതീകരണ നടപടിയൊക്കെ കടന്നു. അതിന്റെ ഭാഗമായി 4 ജില്ലകളിൽ 85 നിയോജക മണ്ഡലങ്ങളിൽ സമ്പൂർണ്ണ വൈദ്യുതീകരണം നടപ്പാക്കാനായി. 2006 അധികാരത്തിൽ വന്ന ഗവൺമെന്റ് 2011 വരെയാണ്. 2011 മുതൽ 16 വരെ അതിനെപ്പറ്റി പിന്നെ ആലോചനയുണ്ടായില്ല. അതവിടെ കടന്നു. പിന്നെ ആലോചന തുടങ്ങുന്നത് എപ്പോഴാ? 2016 വീണ്ടും LDF സർക്കാർ അധികാരത്തിൽ വന്നു. അതിന്റെ ഭാഗമായി പണ്ട് നടത്തിയ പരിപാടി വീണ്ടും ആരംഭിച്ചു. എന്താ ഫലം? കേരളത്തിലെ എല്ലാ ജില്ലകളും എല്ലാ മണ്ഡലങ്ങളും സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിലേക്ക് നീങ്ങി. ഇത് നമ്മുടെ നാടിന്റെ അനുഭവമാണ്. ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ അനുഭവം നമ്മൾ പറയുന്നുണ്ടല്ലോ. ആ അനുഭവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2016 മുതൽ 21 വരെയുള്ള കാലം പഴയ കേരളത്തിന്റെ പതിവനുസരിച്ചാണെങ്കിൽ പിന്നെ വേറൊരു മുന്നണിയാണ് അധികാരത്തിൽ വരിക. പക്ഷേ 21 കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചു നിലവിലുള്ളവർ തന്നെ ഭരണം തുടരട്ടെ.
അങ്ങനെ LDF ഭരണം തുടർന്നു. ഇപ്പൊ നമ്മൾ വൈദ്യുതി രംഗത്തെ കാര്യമാണ് സംസാരിക്കുന്നത്. വൈദ്യുതി രംഗത്ത് നടപ്പാക്കിയ കാര്യങ്ങൾ പൂർണ്ണമായി നല്ല തുടർച്ചയോടെ നടപ്പാക്കുന്ന സ്ഥിതിയുണ്ട്. ഇപ്പോൾ വൈദ്യുതി രംഗത്ത് ഏറ്റവും പ്രധാനമാണ് പ്രസരണം കാര്യക്ഷമമാക്കുക എന്നുള്ളത്. നമ്മുടെ കേരളത്തില് വൈദ്യുതി വഹിച്ചു കൊണ്ടുവരുവാനുള്ള ലൈൻ അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു എടമൺ കൊച്ചി പവർ ഹൈവേ. ആ പവർ ഹൈവേ മുടങ്ങിപ്പോയതായിരുന്നു. മുടങ്ങുക മാത്രമല്ല, നടപ്പാക്കുന്ന പവർ ഗ്രിഡ് കോർപ്പറേഷൻ പലവട്ടം ഗവൺമെന്റ് അടുത്ത് പോയി ഇത് നടപ്പാകില്ല എന്ന് കണ്ട് അവർ കേരളം വിട്ടുപോയി. 2016 സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പവർ ഗ്രിഡ് കോർപ്പറേഷനെ വിളിച്ചു വരുത്തി. അവരോട് പണി ആരംഭിക്കാൻ പറഞ്ഞു. പണി ആരംഭിച്ചപ്പോൾ നേരത്തെ തടഞ്ഞവര് വീണ്ടും തടയാൻ രംഗത്ത് വന്നു. അവർ വലിയ പ്രബലന്മാരാണ്. ഗവൺമെന്റ് അവരുടെ പ്രബലതയ്ക്ക് മുന്നിൽ മറ്റൊന്നും ചെയ്യാൻ തയ്യാറായിരുന്നില്ല. അത്ര പ്രാബല്യമുള്ളവരായിരുന്നു അവർ, പ്രഗത്ഭരായിരുന്നു. പക്ഷേ അവർ മനസ്സിലാക്കിയില്ല ഇതൊരു പുതിയ ഗവൺമെന്റാണ്. പുതിയെന്ന് പറഞ്ഞാൽ എങ്ങനെ? നാടിനോടാണ് പ്രതിബദ്ധത, പദ്ധതി നടപ്പാക്കുന്നതിനാണ് പ്രതിപത്തി, പദ്ധതി മുടക്കുന്നവരുടെ കൂടെയല്ല. പക്ഷെ ഒരു കാര്യം ചെയ്തു, അവരോട് അഭ്യർത്ഥിച്ചു, നിങ്ങൾ എതിർക്കരുത്, ഇത് നാടിന്റെ ആവശ്യമാണ്, സഹായിക്കണം, സഹകരിക്കണം. ആര് കേൾക്കാൻ? അവർ പവർ ഗ്രിഡ് കോർപ്പറേഷന്റെ നാട് നോടിച്ചവരല്ലേ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും കാര്യമല്ല എന്ന മട്ടിലാണ് അവരെടുത്തത്. അപ്പോൾ വേറെ വഴിയില്ല, ഗവൺമെന്റിന്റെ വഴിക്ക് അങ്ങ് പോകും. അവര് നേരെ വന്നു. ഇപ്പൊ എല്ലാം പൂർത്തിയായി, ബാക്കി കാര്യം ഞാൻ പറയേണ്ടതില്ല. ആ വൈദ്യുതി ലൈനിലൂടെ നല്ലതുപോലെ വൈദ്യുതി പ്രവഹിക്കും. ഇത് LDF സർക്കാർ അല്ലെങ്കിൽ ആ മുടങ്ങിയെടുത്ത് കിടക്കുന്നുണ്ടാവും. അപ്പൊ അതേപോലെ തന്നെ പുകലൂർ മാടക്കത്തറ ലൈൻ അതും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 2550 മെഗാവാട്ട് ശേഷിയുള്ളതാണ് ഈ ലൈനുകൾ. അപ്പോൾ ഇറക്കുമതി ചെയ്യേണ്ടി വന്നാൽ വൈദ്യുതി ഇറക്കുമതി ചെയ്യാനുള്ള ലൈനുകൾ സജ്ജമായി കിടക്കുന്നു. പ്രസന്റ് രംഗത്ത് നാം നടപ്പാക്കിയ പരിപാടിയാണ് ട്രാൻസ്ഗ്രിഡ് പദ്ധതി. 10,000 കോടി രൂപയുടെ പദ്ധതിയാണ്. നല്ല മാറ്റം അതിന്റെ ഭാഗമായി ഉണ്ടാവുകയാണ്. KSEB ലാഭത്തിലേക്ക് നീങ്ങുകയാണ്. നല്ല കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായി ആ സ്ഥാപനത്തെ വളർത്താൻ കഴിഞ്ഞിരിക്കുന്നു. അപ്പോ ആര് ഭരിച്ചാലും കണക്ക് തന്നെ എന്നൊരു ചൊല്ലുണ്ടല്ലോ. അതങ്ങനെയല്ല, അതാണ് ഈ കാണുന്നത്. അത് നാം കാണുന്ന നമ്മുടെ അനുഭവത്തിലുള്ളതാണത്, നാടിന്റെ അനുഭവത്തിലുള്ളതാണ്. ആര് ഭരിച്ചാലും ഒരുപോലെയല്ല. നാടിനോട് പ്രതിബദ്ധതയുള്ളവരും കോർപ്പറേറ്റുകളോട് മാത്രം പ്രതിബദ്ധതയുള്ളവരും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസമാണ് ഇതിലൊക്കെ കാണാൻ കഴിയുക. നാടിനോട് പ്രതിബദ്ധതയുണ്ടായാൽ അതിദാരിദ്ര്യമില്ലാത്ത നാടായിട്ട് മാറും. നമ്മുടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് 5 ലക്ഷത്തിൽ പരം വീടുകൾ കിട്ടുന്ന നാടായിട്ട് മാറും. നമ്മുടെ സാമൂഹ്യക്ഷേമ പെൻഷൻ 600-ൽ നിന്ന് 1600-ലേക്കും 1600-ൽ നിന്ന് 2000 എന്നതിലേക്കും മാറും. ഇതൊക്കെ നമ്മുടെ നേരിട്ടുള്ള അനുഭവത്തിലുള്ള കാര്യങ്ങളാണല്ലോ.